ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയാൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപോലെ തന്നെ കുടിക്കാവുന്നതാണ്. ഇനിയിപ്പോ ഷുഗറോ കൊളസ്ട്രോളോ ഉള്ളവരാവട്ടെ ഒരു പേടിയും കൂടാതെ ഒരു ഗ്ലാസ് കുടിക്കാവുന്നതുമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെൽത്തി ജ്യൂസ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 ക്യാരറ്റ് ആണ്. 4 ഗ്ലാസ് ഉണ്ടാക്കി എടുക്കാനായിട്ട് ഇത് തന്നെ മതിയാകും. ഇനി നമുക്ക് ഈ ക്യാരറ്റിന്റെ തോലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റ് വേവിച്ചെടുക്കുന്നതിനായിട്ടൊരു കുക്കറിലേക്ക് മാറ്റാം. വേവിച്ചെടുക്കാൻ ആവശ്യമായ 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വേണം ക്യാരറ്റ് വേവിച്ചെടുക്കാനായിട്ടും. ക്യാരറ്റ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന്റെ ചൂടൊന്ന് ആറി വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നമ്മൾ ചേർക്കുന്നത് ഈത്തപ്പഴമാണ്. ഒരു ഗ്ലാസ്സിന് 4 ഈത്തപ്പഴം എന്ന കണക്കിന് 16 ഈത്തപ്പഴം വെള്ളത്തിൽ ഒന്ന് കുതിർത്തി വെച്ചിട്ടുള്ളതാണ്. നല്ലോണം കുതിർന്ന് വന്നു കഴിഞ്ഞാൽ ഈത്തപ്പഴത്തിന്റെ കുരുവെല്ലാം ഒന്ന് കളഞ്ഞു വെക്കണം. ഇനി ക്യാരറ്റിന്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ക്യാരറ്റും ഈത്തപ്പഴവും മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് തിളപ്പിച്ചാറിച്ചിട്ടുള്ള കുറച്ച് പാലുകൂടെ ചേർക്കാം. പാലും ചേർത്ത് ഒന്നുകൂടെ കറക്കിയെടുത്തപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ആയി കിട്ടിയിട്ടുള്ളത്. ഇനി അടിച്ചെടുത്ത ക്യാരറ്റ് മിൽക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നതിനായിട്ട് നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡോ മിൽക്ക് പൗഡറോ ചേർത്ത് അടിക്കാവുന്നതാണ്. ഇനി നല്ലൊരു സ്വാദിനായിട്ട് ഞാനിതിലേക്ക് ഒരു ഡ്രോപ്സ് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് ഏലക്കപ്പൊടിയും ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ പുഴുങ്ങിയെടുത്തിട്ടുള്ള ക്യാരറ്റിൽ നിന്നും കുറച്ച് ഞാനിതിലേക്കൊന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാവുന്നതാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ആവശ്യാനുസരണം ഐസ് ചേർത്ത് നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് മിൽക്ക് ഇവിടെ റെഡിയാണ്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ഒരു ചൂട് കാലത്ത് തന്നെ തയ്യാറാക്കി കുടിക്കണേ. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന കരുവാളിപ്പിനെ തടയാനും മുഖം നല്ല ബ്രൈറ്റ് ആവാനും ഇത് വളരെ തന്നെ സഹായിക്കുന്നുണ്ട്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാനും ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.